വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്കിന്ന് ബൈനോമിയൽ തിയറത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം ക്വസ്റ്റ്യൻസ് കാണാൻ ശ്രമിക്കുക, പഠിക്കുക. ഞാൻ ഇന്നലെ തന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ലാസ്റ്റ് പറയാം, എന്നിട്ടൊരു ക്വസ്റ്റ്യനും തരാം. ക്വസ്റ്റ്യൻ നമ്പർ 1. If the 7th and 8th term of the binomial expansion (2a minus 3b the whole raised to n) are equal, then 2a plus 3b by 2a minus 3b ഇതിൻ്റെ വാല്യൂ എത്ര അതാണ് ഈസ് ഈക്വൽ ടു ദിസ് ബൈ ദിസ് ഈസ് ഈക്വൽ ടു അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ 7th ടേം അറിയാമല്ലോ, NC6. ഇപ്പം TR പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? NCR A raised to n minus R B raised to R. NC6 2a raised to n minus 6 minus 3b raised to 6. That is equal to 8 ആകുമ്പോൾ NC7 2a raised to n minus 7 minus 3b raised to 7. ഇത് ഈക്വൽ ആണെന്നാണ് തന്നിരിക്കുന്നത്. നമുക്കിവിടെ ഇത് ഡിനോമിനേറ്ററിൽ എടുക്കാം. 2a the whole raised to n minus 6 by 2a the whole raised to n minus 7. NC7 by NC6 minus 3b raised to 7 by a raised to m by a raised to n and a raised to m minus n. n minus 6 minus n plus 7, that is 2a raised to 1. NC7 by NC6 ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു റിസൾട്ട് പറഞ്ഞു, എങ്കിലൊന്നുകൂടെ പറയാം. NC6 by NCR minus 1 എന്ന് പറഞ്ഞാൽ n മൈനസ്, ഇത് 1ൻ്റെ ഡിഫറൻസ് ആയിരിക്കണം, n ഈക്വൽ ആണ് n മൈനസ് ആർ മൈനസ് 1 ബൈ ആർ. ഈ ഒരു റിസൾട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. n മൈനസ് 6 ഡിവൈഡഡ് ബൈ 7 minus 3b raised to 1, that is minus 3b. (2a by 3b) മൈനസ് ആൾക്കാർക്ക് 6 മൈനസ് n ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, മൈനസ് n പ്ലസ് 6. നമുക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ C&D മെത്തേഡ് പറഞ്ഞു, കോമ്പണൻറ്റും ഡിവിഡൻറ്റും മെത്തേഡ്. കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? 2a plus 3b by 2a minus 3b. ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ ബൈ ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ. അപ്പോൾ അതേപോലെ നമ്മൾ റൈറ്റ് സൈഡും ചെയ്യണം. 6 മൈനസ് n പ്ലസ് 7, 6 മൈനസ് n മൈനസ് 7. സിക്സ് പ്ലസ് 1 6 മൈനസ് n മൈനസ് 1 മൈനസ് n. (13 minus n by minus of 1 plus n). വേണമെങ്കിൽ നോക്കി മൈനസിന് മാറ്റാം. n minus 13 by n plus 1. ഇവിടെ നമ്മൾ C&D മെത്തേഡും കൂടെ അപ്ലൈ ചെയ്താൽ മതി. 2a plus 3b by 2a minus 3. അതേപോലെ തന്നെ 6 minus n plus 7 by 6 minus n minus 7. 13 minus n minus n minus 1 minus of 1 plus n അല്ലെങ്കിൽ n plus 1. ആ മൈനസ് മാറ്റി ഇത് തിരിച്ചിട്ടാൽ മതി. Question number 2.
the coefficient of x raised to 49 in the expansion of x minus 1 into x minus 2 into x minus 3 into etc. x minus 50. ഇവിടെ നമുക്കറിയാം ഇപ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 എന്താ എക്സ് സ്ക്വയർ മൈനസ് 1 + 2 3 + 2 അല്ലേ. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ വന്നേ -3 3 എന്ന് പറയുന്നത് 1 + 2. അതേപോലെ ഇവിടെ ഫസ്റ്റ് ടേം എക്സ് റൈസ് ടു 50 വരും, സെക്കൻഡ് ടേം ആണ് അല്ലേ എക്സ് റൈസ് ടു 49. നമുക്ക് എന്താ പറയാം കോഎഫിഷ്യൻ്റ് ഈസ് മൈനസ് ഓഫ് 1 + 2 + 3 + etc. 50. ദാറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 49. ഞാൻ ആ സെൻറ്റൻസ് എഴുതിയില്ല, MCQ പെട്ടെന്ന് എഴുതിയതാണ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ ഫോർമുല എന്താ n × n + 1 ഡിവൈഡഡ് ബൈ 2. ഇവിടെ n എത്ര 50 50 × 51 ഡിവൈഡഡ് ബൈ 2 25 × 51 1275. Question number 3. The middle term in 10/x plus x/10 raised to 10. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ നമ്പർ ഓഫ് ടേംസ് എപ്പോഴും എന്തായിരിക്കും ദിസ് നമ്പർ +1. അവിടെ എത്രയാണോ തരുന്നത്, ഇപ്പോൾ 10 ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എത്രയായിരിക്കും 11, 20 ആണെങ്കിൽ 21 അല്ലേ. a+b² നമുക്കറിയാം a 2 + 1 3 a² 2ab b² 3 ടേംസ് അല്ലേ. ഇതുപോലെ വലിയ നമ്പർ വരുമ്പോൾ ഇതിനോട് നമ്മൾ 1 പ്ലസ് ചെയ്താൽ മതി. അപ്പം നമ്പർ ഓഫ് ടേംസ് ഇവിടെ എത്രയാണ് 11 വരും. 10 + 1 11 ഓഡാണ് അല്ലേ. ഓഡാകുമ്പോൾ മിഡിലിൽ ഒരു ടേം വരും, ഓൺലി 1 ടേം ഇൻ ദ മിഡിൽ ടേം. Middle term is 11 + 1 12 12/2. Middle term is equal to number of terms എഴുതുക, അത് ഓഡാണെങ്കിൽ അതിൻ്റെ കൂടെ 1 പ്ലസ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2. സിക്സ്ത് ടേം എന്ന് പറയുമ്പോൾ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് എന്താ 10, ഇവിടെ 6 ആണെങ്കിൽ ഒന്ന് കുറച്ച് എഴുതുക 10c5 ഫസ്റ്റ് ടേം റേസ് ടു 10 - 5 സെക്കൻഡ് ടേം റേസ് ടു ദിസ് നമ്പർ 5. ഇവിടെ നമ്മൾ മിഡിൽ ടേം 10^5 ഇത് a⁻m × b⁻m ab² ആ ഒരു ഫോം. 10c5 × 10/x × x/10² ദാറ്റ് ഈസ് 1/5. ഇത് രണ്ടും ക്യാൻസലായിട്ട് 10c5 അല്ലെങ്കിൽ 10^5/x/5 x/5/10 അങ്ങനെ ക്യാൻസലായാലും 1 വരും. എങ്ങനെ എഴുതും ഓക്കെ 10c5. Question number 4. മിഡിൽ ടേം ചോദിക്കാം. ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് കോഎഫിഷ്യൻ്റ്. ഒരു ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മളോട് ചോദിച്ചാൽ ഇതുപോലെ TR+1 എഴുതുക, എക്സിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്യുക. x⁻⁷ ആണെങ്കിൽ എക്സിൻ്റെ പവർ മാത്രം എടുത്ത് 7 ഇക്വേറ്റ് ചെയ്തിട്ട് ആറിൻ്റെ വാല്യൂ കിട്ടും, പിന്നെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5^97 is divided by 52. If 5^97 is divided by 52, the remainder is
നമുക്ക് 5/3 125 125ന് 52 വെച്ച് നമുക്ക് വരുമ്പോൾ വലിയ റിമൈൻഡർ വരും അല്ലേ. ഇപ്പോൾ 5/4 ആണെങ്കിൽ 625 നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. റിമൈൻഡർ 1 വരുന്നുണ്ട്. അപ്പം നമുക്ക് 625നെ ഇങ്ങനെ എഴുതാം. സോറി 5/4 is equal to 625. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 52 × 625 + 1. ഇനി 52 ആയിട്ട് തന്നെ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈഡഡ് ബൈ 52 ഉള്ളതുകൊണ്ട് നമുക്ക് 625നെ 52 വെച്ച് ഡിവൈഡ് ചെയ്ത് എത്ര വരും? റിമൈൻഡർ 1 വരും അല്ലേ. ഇവിടെ 5/96 എടുക്കാം, കാരണം 97 ഉണ്ട്. 4ൻ്റെ ടേബിളിലുള്ള നമ്പർ ഏതാ? 96. 5/4 the whole raised to 24. 52 സം മൾട്ടിപ്പിൾ ഓഫ് 52 എന്ന് എടുക്കുക. ഇവിടെ 1 പ്ലസ് ഞാൻ m ജനറലായിട്ട് കൊടുക്കുന്നതാണ് റേസ്ഡ് ടു 24. 1 പ്ലസ് 24c1 × 52m പ്ലസ് എക്സെട്ര 52m റേസ്ഡ് ടു 24. അപ്പോൾ ഇതിൽ ഈ 1 ഒഴികെ ബാക്കി എല്ലാ ടേമിലും എന്തുണ്ട്? 52 ഉണ്ട്. ദിസ് നമ്പർ ഡിവൈഡഡ് ബൈ 52 വി ഗെറ്റ് റിമൈൻഡർ ഈസ് 1. So 5/97 is equal to 5 × 5/96. 5 × നോക്കി ഇതിനെ എന്തെഴുതാം? 1 പ്ലസ് സം മൾട്ടിപ്പിൾ ഓഫ് 52. നമുക്ക് അവിടെ ഒരു എം ഉള്ളതുകൊണ്ട് ഞാൻ വേറെ എത്രക്കാലം ഒരു നമ്പർ കൊടുത്തേ ഉള്ളൂ. ബ്രാക്കറ്റ് ഓപ്പൺ വി ഗെറ്റ് 5 പ്ലസ് 5 × 52k. സോ റിമൈൻഡർ ഈസ് 5. ആൻസർ ഈസ് 5. Remainder is 5. Next question. Question number 5. Find the value of 15 cube plus 6 cube plus 3 × 6 × 15 × 21. ഡോട്ട് ഇൻറ്റു ആണ്. 3 × 6 × 15 × 21. Sorry. 1 plus 4 × 6 6 × 36 4 × 216 1296. നമുക്ക് ഇതിൻ്റെ വാല്യൂ എത്ര? a ക്യൂബ് പ്ലസ് ബി ക്യൂബ് 3ab 3 × 15 × 6. ഈ 21നെ നമുക്ക് 15 + 6 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഏത് ഫോമായി? a ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab × a പ്ലസ് ബി. 15 ക്യൂബ് പ്ലസ് 6 ക്യൂബ് 3 × 6 × 15 × 21 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 6 + 15. 1 + 6 the whole raised to 4 എഴുതാമല്ലോ. നോക്കിയേ 1/4 1 4c1 × ഫസ്റ്റ് ടൈം 1 ആണെങ്കിൽ പിന്നെ സെക്കൻഡ് ടൈം മാത്രമേ സെക്കൻഡ് മുതൽ വരുള്ളൂ. 4c1 × 6, അടുത്ത 4c2 × 6² 4c3. ന്യൂമറേറ്റർ ഏത് ഫോമായി? a ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab × a പ്ലസ് ബി. a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ബൈ 7/4. 21 ക്യൂബ് ബൈ 7/4. 21 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 7 ക്യൂബ് × 3 ക്യൂബ്. നമുക്കൊരു 7 ക്യൂബും കട്ടാവും.
27/7 answer. 27/7. Question number 6. The coefficient of x in the expansion of one minus 3x plus 7x square into 1 minus x raised to 16. ഇവിടെ നമുക്ക് ഈ ടേം ഒന്നും ചെയ്യണ്ട, അത് അതേപോലെ എഴുതുക. 1 അടുത്തത് മൈനസ് ആയിരിക്കും. 16c1 മീൻസ് 16. എക്സ് അടുത്തത് എന്തായിരിക്കും? 16c2. നമുക്കിവിടെ എക്സ് സ്ക്വയർ മുതൽ വേണമെന്നില്ല, കാരണം എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സ് ആണ്. 1 ഇൻറ്റു ദിസ് ടേം, അതിൽ എക്സ് വരും. പിന്നെ മൈനസ് 3x ഇൻറ്റു 1. കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? -19. അത്രയേ ഉള്ളൂ. Question number 7. The term independent of x in x plus 1 by x raised to 6. നമ്മളിവിടെ എന്ത് എഴുതണം? r plus 1 ടേം എഴുതാം. 6cr ഫസ്റ്റ് ടേം റേസ് ടു 6 മൈനസ് r 1 by x റേസ് ടു r. ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എഴുതുന്ന എക്സ്പാൻഷനിൽ ഒരു ടേമിൽ എക്സ് ഇല്ല. എക്സിൻ്റെ പവർ എന്തായിട്ട് എടുക്കാം? 0. എക്സ് റേസ് ടു ദിസ് 1 by x എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു മൈനസ് r. 6 minus r minus r, that is 6 minus 2r 0, r is equal to 3. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6c3. ഇവിടെ എക്സിൻ്റെ വേറെ ഇപ്പോൾ ഇവിടെ 2/x ആയിരുന്നെങ്കിൽ നമ്മൾ 2 raised to 3 കൂടെ എഴുതുക. 6 into 5 into 20. ഇവിടെ 1/x സ്ക്വയർ ആണ് ക്വസ്റ്റ്യൻ കേട്ടോ. സോറി, എക്സ് റേസ് ടു മൈനസ് 2 ആണ്. സിക്സ് മൈനസ് 3r is equal to 0, r is equal to 2. So term is 6c2, 6 into 5/1 into 2, ആൻസർ 50. ഇവിടെ 1/x ആയിരുന്നെങ്കിൽ 20 വരും, 1/x സ്ക്വയർഡ് ആണെങ്കിൽ 15 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. The sum of the coefficients of in the expansion. Sum of coefficients in the expansion of a square x square minus 6ax plus 1
raised to 10, where a is a constant, is 1024. Find a. ഇവിടെ സം ഓഫ് ദ കോഎഫിഷ്യൻസ് കാണാൻ എളുപ്പമുള്ളൊരു വഴിയാണ്. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1, ഈസി വേ. എ സ്ക്വയർ മൈനസ് 6a പ്ലസ് 1 റേസ് ടു 10. 1024 നമുക്ക് എങ്ങനെ എഴുതാം? 2 റേസ് ടു 10. Getting we get x square a square minus 6a plus 1 is equal to 11. A square minus 6a plus 9 is equal to 0. A minus 3 the whole square 0. So a is equal to 3. Sum of the coefficients ആണ് നമുക്ക് എന്ത് കൊടുത്താൽ മതി? എക്സിന് 1 കൊടുത്താൽ മതി. ഇതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. Sum of the coefficients. In the expansion of x square minus 1 by 3 into 199 into x cube plus 1 by 2 raised to 200 is. ഇവിടെ നമുക്ക് എക്സിന് എന്ത് കൊടുത്താൽ മതി? 1. 1 minus 1 by 3 2 by 3 199. 1 plus 1 by 2 3 by 2. ഇവിടെ 199 നമുക്ക് കോമൺ എടുക്കാം. 2 by 3 into 3 by 2 raised to 199 into 3 by 2. ഇതെന്താവും? 1. 1 raised to any number is 1. Answer is 3 by 2. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. ഇന്നലത്തെ ഹോംവർക്കിൻ്റെ ആൻസർ ആദ്യം പറയാം. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഞാൻ ഇന്നലെ എഴുതിയിട്ടുണ്ടല്ലോ. ഇൻ ഹൗ മെനി വേസ് ക്യാൻ 5 പ്രൈസസ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് among 4 students when every student can 1 or more prizes? ആൻസർ 4 raised to 5 1024 ഓപ്ഷൻ എ. ഇതായിരുന്നു ആൻസർ. ഇന്നത്തെ നിങ്ങൾക്കുള്ള ഹോംവർക്ക് നിങ്ങൾ വൈകിട്ടത്തേക്ക് ചെയ്തിട്ട് ആൻസർ ചെയ്തണം കേട്ടോ, കമൻറ്റ് ചെയ്യണം. ഇന്ന് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ദ കോഎഫിഷ്യൻ്റ് ഓഫ് x cube and x raised to 4. Coefficients of x cube and x raised to 4 in the expansion of three plus kx raised to 9 are equal. Find k. Option A 3, option B 1 by 3, option C 2, D 1 by 2, ഓപ്ഷൻ ഇ 1. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക, ആൻസർ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ ഇന്ന് വൈകിട്ടിടും. ഇത് കുറച്ച് ട്യൂഷൻ തിരക്കൊക്കെ ഉണ്ടെന്നാലും ഇടുകയാണെങ്കിൽ അത് ഞാൻ ഇതിൻ്റെ ആൻസർ പറയാം. അപ്പോൾ ഞാൻ വേറെ ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.